നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഈ ഒരു ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും ഇട്ട് ഒന്ന് താളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ഇട്ടിട്ട് മൂപ്പിക്കണം അല്ലേ. ഒന്ന് മൂപ്പിക്കുക. ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. നല്ല കുഴമ്പ് രൂപയുണ്ട് ഇപ്പോൾ ചിക്കൻ. ഇതൊന്ന് ഒതുക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് മൂടി വയ്ക്കാം. ഇങ്ങനെ തുറന്ന് അപ്പോൾ ചിക്കൻ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാദ്യം ഞാൻ ചിക്കനിലെ എല്ലാ മസാലകളും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ താളിക്കാൻ വെച്ചത്. കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ നേരം ഞാൻ ചിക്കനിൽ എല്ലാ മസാലകളും തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിപ്പോൾ ചിക്കൻ ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കിഴങ്ങിട്ടിട്ട് ഉള്ള കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിഴങ്ങ് ഇതിലേക്ക് ഇടാം. ഇനി കിഴങ്ങ് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കിതൊന്ന് വീണ്ടും മൂടി വയ്ക്കാം. ചിക്കൻ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനിൽ കിഴങ്ങിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ചിക്കനും കിഴങ്ങും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് വേണം. അപ്പം അത് കാരണം കൊണ്ട് ആണ് ഇവിടെ കിഴങ്ങ് ചിക്കനിലേക്ക് ഇട്ടത്. നിങ്ങളെങ്ങനെയാണ് ചിക്കനിൽ എന്തൊക്കെയാണ് ഇട്ട് വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ ഇട്ട് വെക്കുക. ഇവിടെ ഇതിനോടാണ് കൂടുതൽ താല്പര്യം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ 2 തളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം തയ്യാറാവും. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ വെന്തു നല്ല ഉരുളൻകിഴങ്ങും ചിക്കനുമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇതായിട്ട് പരുവായി. അങ്ങനെ നല്ല കുഴമ്പനും ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ലായി അല്ലേ. സൂപ്പർ. ഇപ്പം ഇതിൽ ചിക്കൻ ഏതാ ഉരുളക്കിഴങ്ങ് ഏതാ അത് മനസ്സിലാവാത്ത പരിപാടി ശരിക്കും. ഇല്ല, എന്നാലും ഒരുമിച്ച് നല്ല കോമ്പിനേഷനായിട്ട് നല്ല നമുക്ക്
വെള്ളയപ്പത്തിനോ അല്ലെങ്കിൽ മറ്റേ ചോറിനോ വട്ടയപ്പത്തിനോ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഈ കോമ്പിനേഷൻ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡിയായി.